യുഗാന്ത്യം വരെ എന്നും മനുഷ്യരോടൊപ്പമായിരിക്കുവാനും അനുദിനം തൻ്റെ സ്നേഹം അവരുമായി പങ്കുവയ്ക്കുവാനും യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാന എന്ന കുദാശയിൽ ഓരോ തിരുവോസ്തിയും അവിടുത്തെ തിരുഹൃദയം തന്നെയായി രൂപാന്തരപ്പെടുന്നുവെന്ന് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോ പറയുന്നു. മനുഷ്യരെ ദൈവതുല്യരാക്കുവാനായി ദൈവം തൻ്റെ ഹൃദയം മുറിച്ചു വിളമ്പുന്ന അതിശ്രേഷ്ഠമായ വിശുദ്ധ കുർബാന. മാറ്റങ്ങളുടെ ലോകത്തിൽ മാറ്റമില്ലാത്ത സ്നേഹത്തിൻ്റെ സ്ഥിരമായ ഓർമ്മപ്പെടുത്തലുമായി സഹസ്രാബ്ദങ്ങളായി മനുഷ്യബുദ്ധിക്ക് അതീതമായ പ്രപഞ്ച സത്യമായി നിലകൊള്ളുന്നു. ചരിത്രം കണ്ട പല സ്വേച്ഛാധിപതികളും നാടുവാഴികളും ചക്രവർത്തിമാരും തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കുവാനായി യുദ്ധങ്ങളും കലാപങ്ങളും വിപ്ലവങ്ങളും തുറന്നുവിട്ടു. പ്രൗഢഗംഭീരമായ ഭരണവാഴ്ചകൾ കാഴ്ചവെച്ചും രാജ്യങ്ങൾ കീഴടക്കുകയും ചരിത്രരേഖകളിൽ ഇടം നേടുകയും ലോകരാജ്യങ്ങളെ വിറപ്പിക്കുകയും ചെയ്ത് വിശ്വവിഖ്യാതി നേടിയ അവരുടെയെല്ലാം വീരഗാഥകൾ മരണത്തോടെ അവസാനിച്ചു. അവർ നേടിയതെല്ലാം അവരുടെ മരണത്തോടെ അവരുടെ സ്വന്തമല്ലാതായി. എന്നാൽ 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച സ്വർഗഭൂലോകങ്ങളുടെ അധിപതിയായവൻ തൻ്റെ തിരുഹൃദയത്തിൽ എരിഞ്ഞ സ്നേഹത്താൽ ലോകം മുഴുവനെയും കീഴടക്കി. ഐഹിക രാജാക്കന്മാരുടെ മരണത്തോടെ അവർ നേടിയതെല്ലാം നഷ്ടമായെങ്കിൽ രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായവന്റെ മരണത്തിലൂടെ അവന്റെ ഹൃദയം ലോകത്തിൻ്റെയും തിന്മയുടെയും മരണത്തിൻ്റെയും ആധിപത്യങ്ങൾക്കുമേൽ വിജയം നേടി. രണ്ടായിരം വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ ദിവ്യകാരുണ്യനാഥന്റെ തിരുഹൃദയം അതീവ ഭക്തിയോടെയും ബഹുമാനത്തോടെയും വണങ്ങപ്പെടുന്നു. ലോകത്തിലെ അധികാരികളും സൈനികരും പ്രഭുത്വങ്ങളും ധനികരും ദരിദ്രരും അടിമകളും സ്വതന്ത്രരും വേർതിരിവില്ലാതെ ദിവ്യകാരുണ്യനാഥനെ ആഘോഷപൂർവ്വം അകമ്പടി ചെയ്യുന്ന നേർചിത്രങ്ങൾ തിരുഹൃദയത്തിന്റെ സർവാധിപത്യത്തിന്റെ പ്രഘോഷണങ്ങളാണ്. ദിവ്യകാരുണ്യത്തിലെ തിരുഹൃദയത്തിനുള്ള തെളിവുകളാണ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ. AD 750 ഇറ്റലിയിലെ ലാൻസനോയിൽ തിരുവോസ്തി യേശുവിൻ്റെ ശരീരവും രക്തവുമായി പരിണമിച്ച് ഇന്നും അങ്ങനെ തന്നെ ശേഷിക്കുന്ന അത്ഭുത പ്രതിഭാസത്തെപ്പറ്റി പ്രശസ്ത ഗവേഷകനായ ഡോക്ടർ എഡ്വേർഡ് ലിനോളിയും തുടർന്ന് ലോകാരോഗ്യ സംഘടന നിയമിച്ച സയന്റിഫിക് കമ്മീഷനും നൂറുകണക്കിന് ഗവേഷണങ്ങൾ നടത്തുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിൽ അർജന്റീനയിലെ ബ്യൂണസ് ഐറസിലും ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിക്കുകയും അന്ന് കർദിനാളായിരുന്ന ഫ്രാൻസിസ് പാപ്പയുടെ നിർദ്ദേശപ്രകാരം മാംസരക്തങ്ങളായി പരിണമിച്ച തിരുവോസ്തിയുടെ ഒരു ഭാഗം അതിന്റെ ഉറവിടം വെളിപ്പെടുത്താതെ UN അവാർഡ് നേടിയിട്ടുള്ള പ്രശസ്തനും ഒപ്പം നിരീശ്വരവാദിയുമായിരുന്ന ഡോക്ടർ റിക്കാർഡോ കസ്റ്റാനിയോന് വിശുദ്ധ പഠനങ്ങൾ നടത്തുവാനായി വിട്ടുകൊടുത്തു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പഠനങ്ങളിലും പരസ്പരം അറിയാത്തവരും നിരീശ്വരവാദികളും യുക്തിവാദികളുമായ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ നിരീക്ഷണങ്ങളുടെ എല്ലാ നിഗമനങ്ങൾ ഒന്നു തന്നെയായിരുന്നു. അവ ഇപ്രകാരമായിരുന്നു: മാംസവും രക്തവും AB രക്തഗ്രൂപ്പുള്ള മനുഷ്യൻ്റെതാണ്. തീവ്രമായി മർദ്ദിക്കപ്പെടുകയും ഹൃദയഭാഗത്തിൽ കുത്തി മുറിവേൽപ്പിക്കപ്പെടുകയും കഠിനമായ വേദന അനുഭവിക്കുകയും മരണകാരണമാകുന്ന മുറിവുകളും ക്ഷതങ്ങളുമേറ്റ് മരണവേദനയിൽ പുളയുന്ന ഒരു മനുഷ്യന്റെ ജീവനുള്ള ഹൃദയ മാംസപേശികളാണ് അവയിൽ അടങ്ങിയിരിക്കുന്നത്. കുരിശുമരണത്തിന് വിധേയമാകുന്നവരെ പോലെ ആ ഹൃദയപേശികൾ തീവ്രമായ ക്ലേശങ്ങൾക്കും ശ്വസന തടസ്സത്തിനും വിധേയമായിട്ടുണ്ട്. ജീവനുള്ള കോശങ്ങൾ പ്രതികരിക്കുന്നത് പോലെ അവ പ്രതികരിക്കുന്നു. മരണനേരത്ത് യേശുവിനെ പുതുപ്പിച്ചിരുന്ന ടൂറിൻ തിരുക്കച്ചയിലെ രക്തഘടനയും 8-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിലെയും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലെ രക്തഘടനയും
ഒരേ മനുഷ്യൻ്റേതാണെന്ന കണ്ടെത്തൽ തിരുവോസ്തിയിൽ തുടിക്കുന്നത് യേശുവിൻ്റെ തിരുഹൃദയത്തിലെ ജീവനുള്ള പേശികളാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഇന്നും വണക്കത്തിലുള്ള യേശുവിൻ്റെ ജീവനുള്ള ഈ ഹൃദയപേശികൾ തിരുഹൃദയ സ്നേഹത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ്. ലോകം മുഴുവനെ പ്രതിയുള്ള സ്നേഹത്താൽ തുടിക്കുന്ന അവിടുത്തെ ജീവനുള്ള തിരുഹൃദയം തന്നെയാണ് വിശുദ്ധ കുർബാനയെന്ന് സ്ഥിരീകരിക്കുകയാണ്.